നമസ്കാരം, ഞാൻ ശ്രീകല പ്രകാശൻ. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രമുഖ എഴുത്തുകാരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയത്ത് വൈക്കത്ത് ജനിച്ചു. തുടർന്ന് ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിയൻ ആദർശങ്ങളിൽ വിശ്വസിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ജയിലിലാവുകയും തുടർന്ന് മനോഹരമായ ധാരാളം കൃതികൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ സാറാമ്മ മുതൽ എട്ടുകാലി മമ്മൂഞ്ഞി വരെ നീളുന്ന നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അതുപോലെ തന്നെ എഴുത്തിൽ കോറിയിടുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് പറയുമ്പോൾ 4 വ്യത്യസ്ത രാഷ്ട്രീയ മാനങ്ങളിൽ നിന്നുകൊണ്ട് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഭാഷയുടെ രാഷ്ട്രീയം, പ്രകൃതിയുടെ രാഷ്ട്രീയം, ഒരു ദേശത്തിന്റെ രാഷ്ട്രീയം, പ്രണയത്തിന്റെ രാഷ്ട്രീയം, ആൺപെൺ ബന്ധങ്ങളുടെ രാഷ്ട്രീയം ഒക്കെ തന്നെ തന്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം അനുവാചകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മതിലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് നാരായണിയോട് ബഷീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് എനിക്ക് സ്വാതന്ത്ര്യം? ഞാൻ എന്തിന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു? പ്രണയത്തിൽപ്പെടുന്ന ഏതൊരു മനുഷ്യനും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂമിയുടെ ചോരയാണ് വെള്ളമെന്ന് ബഷീർ എഴുതുമ്പോൾ അന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ പ്രകൃതിയെ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ ജീവിക്കേണ്ടി വരുന്നു. കാരണം ബഷീർ അത് എഴുതുമ്പോൾ അന്ന് മാങ്കോസ്റ്റിൻ മരങ്ങളുണ്ടായിരുന്നു, തോടുകളുണ്ടായിരുന്നു, പുഴകളുണ്ടായിരുന്നു. മനുഷ്യേതര കഥാപാത്രങ്ങളുടെ പ്രാധാന്യവും അർത്ഥവ്യാപ്തിയും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പ്രകൃതിയും മനുഷ്യരും തമ്മിൽ സ്നേഹപരമായ ഒരു ഉടമ്പടി തന്നെ തീർത്തിരുന്നു ബഷീറിന്റെ കൃതികളിൽ. പാത്തുമ്മയുടെ ആട് അതിനൊരു ഉദാഹരണമാണ്. ആട് അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. മനുഷ്യരെന്നല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിച്ച ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തുടർന്ന് ആൺപെൺ ബന്ധങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാല്യകാല സഖിയിലെ സുഹ്റയെയും മജീദിനെയും കാണാം. സുഹ്റ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. മജീദും അതുപോലെ തന്നെ. ദാരിദ്ര്യം എങ്ങനെയാണ് ആണും പെണ്ണും അനുഭവിക്കുന്നതെന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ തന്നെ ബഷീർ വരച്ചിടുന്നുണ്ട്. പെൺകുട്ടി വീടിനുള്ളിലെ കണ്ണാടി കാഴ്ചകൾക്കകത്ത് ഒതുങ്ങിപ്പോവുകയും എന്നാൽ ആൺകുട്ടിക്ക് വിശാലമായ പുറം ലോകത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ വാക്കാണ് എന്റെ ഭാഷ എന്ന് വിളിച്ചു പറഞ്ഞ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഭാഷയെക്കുറിച്ച് വളരെ ലാളിത്യമായിട്ടാണ് അദ്ദേഹം തന്റെ കൃതികളിലൂടെ സംസാരിക്കാറുള്ളത്. ലാത്തിരി എന്ന് പറയുന്ന കുഞ്ഞിപ്പാത്തുമ്മയെ കൊണ്ട് രാത്രി എന്ന് പറയിപ്പിക്കുന്ന ആയിഷയിലൂടെ നാഗരികത എങ്ങനെയാണ് നമ്മുടെ ഭാഷയെ കീഴടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇനി പ്രേമലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ കേശവൻ നായരും സാറാമ്മയും ഇന്നും നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിപ്പുണ്ട്. കാലിക പ്രസക്തിയുള്ള 2 കഥാപാത്രങ്ങളാണ് അവർ. ആകാശം മിഠായി എന്ന അവർ സ്വപ്നം കാണുന്ന കുഞ്ഞിന്റെ പേരിന് ഇന്നും നമ്മുടെ ഇടയിൽ അർത്ഥവ്യാപ്തിയുണ്ട്. എഴുത്തെന്നതൊരു സാഹസികതയാണ്. ഒരുപക്ഷെ എഴുത്തുകാരൻ ഭ്രാന്തനായിരിക്കാം, കാമുകനായിരിക്കാം, അതുമല്ലെങ്കിൽ ദിവ്യനായിരിക്കാം. ഈ മേഖലകളിലെല്ലാം തന്നെ ബഷീർ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഭ്രാന്തിന് ചികിത്സയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം പാത്തുമ്മയുടെ ആട് എഴുതിയിട്ടുള്ളത്. ആണിനും പെണ്ണിനും വരട്ടുചൊറി വന്നാൽ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഹാസ്യവും അദ്ദേഹത്തിന്റെ ദാർശനികതയും ഒക്കെ തന്നെ മലയാളി ഇന്നും വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ സുഹൃത്തിന് പുസ്തകത്തിനകത്ത് ഒരു പയർമണി വെച്ച് കിളിർപ്പിച്ചു കൊടുത്തയച്ചതായി കേട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ എക്കാലവും മലയാളിയുടെ മനസ്സിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ബഷീർ മാറ്റിവരച്ച എഴുത്തിലെ ഭാവനാഭൂപടങ്ങൾ നമ്മോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ബഷീറിന്റെ നിരവധി കൃതികൾ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ പുരസ്കാരം, സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ പലതും സിനിമയാക്കപ്പെട്ടിട്ടുമുണ്ട്. ബഷീർ ഏത് കാലത്തും ഏത് സമയത്തും ഒരുപക്ഷെ 100 വർഷങ്ങൾ കഴിഞ്ഞാലും അന്നത്തെ അനുവാചകനും വളരെ സരസമായി എടുത്തു വായിക്കാൻ കഴിയുന്ന കൃതികളാണ് ബഷീറിൻ്റെത്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ എക്കാലവും നിലനിൽക്കും. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നവംബർ 1. വേൾഡ് മലയാളി ഫെഡറേഷനുള്ള എല്ലാവർക്കും കേരളപ്പിറവി 65ാം വാർഷികത്തിന്റെ ആശംസകൾ. ഞാൻ സപ്ന അനൂപ് ജോർജ്, ഒമാനിൽ നിന്നും. ഇന്നിവിടെ മൺമറഞ്ഞു പോയ കേരളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ONVയുടെ അനുസ്മരണം ഞാൻ അവതരിപ്പിക്കട്ടെ. മലയാളത്തിന്റെ പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പ് ജനനം 27 മെയ് 1931 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ. സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം, പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും സീരിയലുകൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ ONV തന്റെ ആദ്യ കവിത എഴുതുന്നത് 15ാം വയസ്സിലാണ്. വൈശാലി, മണിപത്തൂരിലെ 1000 ശിവരാത്രികൾ, നഖശതങ്ങൾ, മദനോത്സവം, ഉൾക്കടൽ, മേഘമൽഹാർ എന്നിങ്ങനെയുള്ളവയിലെ സിനിമയിലെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എന്നെന്നും മായാതെ മങ്ങാതെ കിടക്കും. ONV കുറുപ്പല്ലാതെ വേറൊരു കവിയും ജീവിതത്തിന്റെ മൂല്യതത്വങ്ങളെ പറ്റിയുള്ള, അതായത് ഉപ്പ്, ജലം, അഗ്നി എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതി കാണില്ല. ഒറ്റ വാക്കിലോ വരിയിലോ ONVയെ വിശേഷിപ്പിക്കാനാവില്ല. വാക്കിൽ വിരിഞ്ഞ വസന്തമായിരുന്നു ONVയുടെ കവിതകൾ. ത്രിയാക്ഷരത്തിന്റെ കാതലായ മനുഷ്യൻ, പ്രകൃതി, ഭാഷ എന്നീ ആശയങ്ങൾ മലയാളത്തിൻ്റെതായ വിശുദ്ധിയും സൗരഭ്യവും ലോകമാനം പരത്തിയ ONV തന്റെ ഭാഷയെ ഒരു പ്രകാശ നാളമായി കരുതി എന്നും കെടാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഭാഷയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമെന്ന് ഉദ്ഘോഷിച്ചു. ONV എന്ന കവി ഭാഷ നശിക്കുന്നിടത്ത് മനുഷ്യന് സത്വം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നു. കവിതയും പാട്ടും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിയ കവിയാണ് ONV. കൈപിടിച്ചുയർത്താൻ, അനവധി ദുഃഖങ്ങൾ അകറ്റാൻ, ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മളെ പഠിപ്പിച്ചു. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എന്റെ കവിത എന്ന് ജ്ഞാനപീഠം ഏറ്റുവാങ്ങിക്കൊണ്ട് കവി തന്നെ നമ്മൾക്കായി പറഞ്ഞു തന്നിട്ടുണ്ട്. ONVയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം, ഞാൻ ഇന്ദു നന്ദകുമാർ. ഇന്നിവിടെ മൺമറഞ്ഞു പോയ കേരളത്തിന്റെ പ്രശസ്ത കവയിത്രിയായിരുന്ന ശ്രീമതി സുഗതകുമാരി ടീച്ചറെ കുറിച്ച് ഒരു ചെറിയ അനുസ്മരണം. പ്രസിദ്ധ മലയാള കവയിത്രിയും പ്രകൃതി സ്നേഹിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി സുഗതകുമാരി ടീച്ചർ സംസ്കൃത പണ്ഡിതയായ VK കാർത്യായനി അമ്മയുടെയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ശ്രീ ബോധേശ്വരന്റെയും 3 പെൺമക്കളെ മൂത്തവളായി 1934 ജനുവരി 22 കുടുംബ വീടായ വാഴുവേലി തറവാട് ആറന്മുളയിൽ ജനനം. തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം അധ്യാപികയും മുഴുനീള കവയിത്രിയും കേരളത്തിന്റെ വിവിധ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. തിരുവനന്തപുരം ബാലഭവനിൽ പ്രിൻസിപ്പളായും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായും പ്രകൃതി സംരക്ഷണ സമിതിയുടെ അഭയയുടെയും സ്ഥാപക സെക്രട്ടറിയുമായി വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട്. കുടുംബം: ഭർത്താവ് ഡോക്ടർ K വേലായുധൻ നായർ, ഏകമകൾ ലക്ഷ്മി.
സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിന്റെ മുൻനിര നായികയായിരുന്നു. ആ പ്രക്ഷോഭം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. അതിന്റെ പേരിൽ എഴുതപ്പെട്ട സൈലന്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരി ടീച്ചറുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിന്റെ അടയാളമാണ് പ്രതിഫലിക്കപ്പെടുന്നത്. സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവയിത്രിയുടെ ആശങ്കയാണ് പങ്കുവഹിക്കുന്നത്. സാമൂഹിക രംഗത്ത് ടീച്ചറുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കാലയളവിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. പുരസ്കാരങ്ങൾ: 1968 പാതിരാപ്പൂക്കൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 1978 രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 1982 അമ്പലമണി ഓടക്കുഴൽ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം. 1984 വയലാർ അവാർഡ് അമ്പലമണിക്ക് ലഭിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജൻ വി കോക്കൂരി, മസ്കറ്റിൽ നിന്നും. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. കേരള പിറവിയുടെ 65ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. WMF ഒമാൻ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരെയും കവികളെയും ഓർക്കാനും അവരെ അനുസ്മരിക്കാനും ഈ അവസരത്തിൽ ഒരു എളിയ ശ്രമം നടത്തുന്നു. ഞാൻ 3 ഭാഷകൾ സംസാരിക്കുന്നു, 2 ഭാഷയിൽ എഴുതുന്നു, 1 ഭാഷയിൽ സ്വപ്നം കാണുന്നു. തൻ്റെ ജീവിതത്തിന് ശേഷവും തനിക്ക് കിട്ടിയ 17 സെന്റ് ജനങ്ങൾക്കായി ദാനം ചെയ്ത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ കുളക്കരയിൽ ഒരു പക്ഷിയായി ജനിക്കണം എന്ന് സ്വപ്നം കണ്ട, ആഗ്രഹിച്ച ആമി എന്ന ചെല്ലപ്പേരുള്ള മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ മലയാളത്തിൽ നമുക്കെല്ലാം ഒരുപാട് കഥകളും നോവലും എഴുതിത്തന്ന, ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിൽ ലോക പ്രശസ്തിയാർജിച്ച കവി മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയെ അനുസ്മരിക്കാം. 1934 മാർച്ച് 31 തീയതി ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള പൊന്നയൂർ കുളം എന്ന ഗ്രാമത്തിൽ വളരെ പ്രശസ്തമായ നാലാപ്പാട്ട് തറവാട്ടിലാണ് കമലയുടെ ജനനം. പ്രശസ്തനായ നാലാപ്പാട്ട് നാരായണ മേനോന്റെ മരുമകളായ പത്മഭൂഷൺ കവയത്രി ബാലാമണി അമ്മയുടെയും കൽക്കട്ട ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലിയും പിൽക്കാലത്ത് മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററുമായിരുന്ന VM നായരുടെ മകളായി കമല ജനിച്ചു. പുന്നയൂർക്കുളത്തും കൽക്കട്ട ബ്രിട്ടീഷ് സ്കൂളിലുമായിരുന്നു കമലയുടെ വിദ്യാഭ്യാസം. ബ്രിട്ടീഷ് കുട്ടികളോട് മത്സരിച്ച് ഇംഗ്ലീഷിൽ കവിതകൾ കമല വളരെ ചെറുപ്പത്തിൽ എഴുതി. പുന്നയൂർക്കുളത്തെ ഗ്രന്ഥശേഖരവും മൂത്ത അമ്മാമനെ കാണാൻ വരുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും അവിടുത്തെ ഗ്രന്ഥശാലയും കവയത്രിയായ അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ കമലയിലെ എഴുത്തുകാരിയെ കണ്ടെത്തി. ഏകദേശം 9 വയസ്സിൽ തന്നെ കമല എഴുതി തുടങ്ങി. 14 വയസ്സിനുള്ളിൽ അന്നേ വരെ ഇറങ്ങിയ എല്ലാ ക്ലാസിക്കുകളും കമല വായിച്ചു. പിന്നീട് 14-ാം വയസ്സിൽ തന്നേക്കാൾ 16 വയസ്സ് കൂടുതലുള്ള
മാധവദാസിനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷം കമല കൽക്കട്ടയിലാണ് ജീവിച്ചത്. അവിടെ വെച്ച് ഇന്നത്തെ പ്രശസ്ത സാഹിത്യകാരനായ MD നാലാപ്പാട്ട് ഉൾപ്പെടെ 3 കുട്ടികൾ കമലയ്ക്ക് ജനിച്ചു. തൻ്റെ കുടുംബജീവിതത്തോടൊപ്പം സാഹിത്യരചനയും കമല മുന്നോട്ട് കൊണ്ടുപോയി. രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഇരുന്നാണ് കമല മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ കഥകൾ എഴുതിയത്. കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷ് കവിതകളും എഴുതി. ആ കാലത്ത് എഴുതിയ സമ്മർ ഇൻ കൽക്കട്ട, ദ ഡിസെൻഡൻസ് എന്നിവ ചിലതു മാത്രം. ദ മദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എന്നാണ് ടൈംസ് മാഗസിൻ കമലാദാസിനെ ഒരിക്കൽ വിവരിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഇംഗ്ലീഷ് എഴുത്തുകാരി എന്ന് അയ്യപ്പ പണിക്കർ ഒരു തവണ കമലയെക്കുറിച്ച് പറഞ്ഞു. 1984 ഇന്ത്യയിൽ നിന്നും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടതും കമലാദാസിൻ്റെ പേരായിരുന്നു. മലയാളത്തിൽ നെയ്പായസം, കോലാട് എന്നീ നിരവധി കഥകൾ കമല നമുക്ക് വേണ്ടി എഴുതി. നീർമാതളം പൂത്തപ്പോൾ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ബിരുദം നൽകി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കമലയെ ആദരിച്ചു. 1963 ഏഷ്യൻ പോയട്രി അവാർഡ് കിട്ടിയതോടെ കമല ലോകർ പ്രശസ്തി ആർജിച്ചു. കമലാദാസിനെ തേടി നിരവധി യൂണിവേഴ്സിറ്റികൾ കാത്തിരുന്നു. കേരളത്തിൽ നിരവധി അവാർഡുകൾ കമലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം. പിന്നീട് കമലയുടെ കഥ സിനിമയായപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടി. മാധവിക്കുട്ടിയുടെ ഒരുവിധം എല്ലാ കഥകളും നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകൾ തനിച്ചു നിലം, സ്വതന്ത്ര ജീവികൾ എന്നീ കഥകളാണ്. എല്ലാ കഥകളിലും പ്രേമം, ദുഃഖം, മരണം എല്ലാം നമുക്ക് ഈ പ്രണയത്തിൻ്റെ രാജകുമാരി പറഞ്ഞു തന്നു. സ്വതന്ത്ര ജീവികൾ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ കഥയിൽ മധ്യവയസ്കനായ ഒരു വലിയ ഉദ്യോഗസ്ഥൻ തൻ്റെ കാമുകിയെ വർഷത്തിൽ ഒരിക്കൽ വന്ന് കാണുന്നതും ആരും അറിയാതെ രഹസ്യമായി ജീവിക്കുന്നു പറയുന്ന ഒരു കഥയാണ്. താൻ പ്രശസ്തിയിൽ നിൽക്കുമ്പോഴും കുടുംബത്തെയും കാമുകിയെയും ഉപേക്ഷിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ, മധ്യവയസ്കൻ്റെ കഥയായിരുന്നു അത്. മിക്കവാറും കഥകളിൽ ദുഃഖവും സങ്കടവും മരണവും കണ്ട കഥകളാണ് മറ്റുള്ളവ. മാധവിക്കുട്ടി എന്നെന്നും വിവാദങ്ങൾക്ക് അടിമയായിരുന്നു. തൻ്റെ 65-ാം വയസ്സിൽ മതം മാറുകയും കമല സുരയ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാലഘട്ടത്തിൽ വളരെയധികം വിവാദങ്ങളിൽ ഏർപ്പെട്ട് പൂനെക്ക് പോയ മാധവിക്കുട്ടി തൻ്റെ ചെറുമകനോടൊത്ത് ജീവിക്കുകയും 2009 മെയ് 31 നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞു. ഗിഫ്റ്റ് ഹിം വാട്ട് മേക്സ് യു എ വുമൺ, ദ സെൻറ്റ് ഓഫ് ലോങ് ഹെയർ എന്നീ വരികൾ എഴുതിയ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദാമ്പത്യത്തിൻ്റെ, മരണത്തിൻ്റെ വിവിധ ഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ആമി എന്ന മാധവിക്കുട്ടിയെ
നമുക്ക് സ്മരിക്കാം, ഓർക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ റോജി മുക്കൻ, WMF യമൻ നാഷണൽ കൗൺസിൽ കോർഡിനേറ്ററാണ്. WMF ഒമാൻ നാഷണൽ കൗൺസിൽ അണിയിച്ചൊരുക്കുന്ന കേരളപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് സാഹിത്യകാരന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ എനിക്ക് പ്രതിപാദിക്കാനുള്ളത് ശ്രീ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചാണ്. എസ് കെ പൊറ്റക്കാട് 1914 മാർച്ച് 13 കോഴിക്കോട് ചാലപ്പുറത്ത് ഇംഗ്ലീഷ് അധ്യാപകനായ കുഞ്ഞിരാമൻ മാസ്റ്ററുടെയും കുട്ടിയാലി അമ്മയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട് ചാലപ്പുറത്ത് ഗണപതി ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്റർമീഡിയറ്റ് ബിരുദം നേടി കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്നുമായിരുന്നു. അദ്ദേഹം 1937-39 കാലഘട്ടങ്ങളിൽ കോഴിക്കോട് ഗുജറാത്ത് സ്കൂളിൽ അധ്യാപകനായിരുന്നു. 39-ൽ അദ്ദേഹം ഒരു വിദേശയാത്ര കപ്പൽ മുഖേന നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൃതികൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുണ്ട്. ഞാവൽ പഴങ്ങൾ, മൂടുപടം, നാടൻ പ്രേമം, പുള്ളിമാൻ, ഇങ്ങനെ 4 കൃതികൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, പുള്ളിമാൻ, നാടൻ പ്രേമം, കബലി, രാജമല്ലി, കാപ്പരികളുടെ നാട്ടിൽ, ബാലിദീപരാൻ, വിഷകന്യക, എടുത്തു പറയാവുന്നതാണ് വിഷകന്യക. ഇത്രയും കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. 1952 അദ്ദേഹം കേരള ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുകയും 62 വീണ്ടും അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് തന്നെ MP ആയി വിജയിക്കുകയും ചെയ്തു. 1962 അദ്ദേഹത്തിൻ്റെ കൃതിയായ ഒരു തെരുവിൻ്റെ കഥ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1980 അദ്ദേഹത്തിൻ്റെ കേരള സർക്കാർ ജ്ഞാനപീഠ അവാർഡ് നൽകി ആദരിച്ചു. 1982 കോഴിക്കോട് സർവകലാശാല അദ്ദേഹത്തിന് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 1982 മെയ് 17 തന്നെ അദ്ദേഹം മസ്തിഷ്കാഘാതം മൂലം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയാണ്. ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവിലെ ബാല്യങ്ങളുടെ കഥകളും അവരുടെ നമ്മുടെ മനസ്സിനെ തൊട്ടലിയിക്കുന്നതാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുകയാണെങ്കിൽ അതിലെ കഥാനായകൻ തിരുവിതാംകൂറിൽ നിന്നും വടക്കൻ മലബാറിലേക്ക് കുടിയേറി പാർത്ത് അദ്ദേഹത്തിൻ്റെ ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കഥയാണ്. അത് എൻ്റെ ജീവിതമായിട്ട് സാമ്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എൻ്റെ മാതാപിതാക്കളും പണ്ട് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി മലപ്പുറം ജില്ലയിലേക്ക് വന്നതാണ്. എനിക്ക് ആ നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ ജനിച്ചത് ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പം എൻ്റെ ജീവിതമായിട്ട് സാമ്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കഥയായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. തെരുവിൻ്റെ കഥയെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ കൃതികളും നല്ലതാണ്. ഈ അവസരത്തിൽ ലോകത്തിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും എല്ലാ കേരളീയർക്കും കേരള പിറവി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കേരളപ്പിറവിയോടനുബന്ധിച്ച് മലയാള സാഹിത്യകാരന്മാരുടെ സംഭാവനകളും അവരുടെ കൃതികളും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല അവസരം സൃഷ്ടിച്ച WMF ഒമാൻ നാഷണൽ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ തകഴി ശിവശങ്കരപ്പിള്ള തന്റെ ഏറ്റവും ചെറിയ നോവലായ രണ്ടിടങ്ങഴിയിലൂടെ നിർവഹിച്ച ദൗത്യം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ സാഹിത്യം മുഴുവനായി പരിശോധിച്ചാൽ ആദ്യത്തെ സാഹിത്യ സൃഷ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മാനുഷാദ എന്ന മുദ്രാവാക്യമാണ്. തങ്ങളുടെ പ്രകൃതിയിൽ സ്നേഹത്തോടെ വാണിരുന്ന 2 ക്രൗഞ്ചപക്ഷികളെ അമ്പെയ്ത കാട്ടാളനോട്
സ്വരമുയർത്തി അരുത് കാട്ടാള എന്ന് വിളിച്ചു പറഞ്ഞ ആ മുദ്രാവാക്യമാണ് നമുക്ക് ഭാരതീയ സാഹിത്യത്തിന്റെ തുടക്കം എന്ന് പറയാം. അത് ചരിത്രമാണ്. ചരിത്രം നടന്ന സംഭവങ്ങളാണ്. അത് പഠിക്കുക തന്നെ വേണം. ഒരു ജനതയുടെ സാംസ്കാരികമായ മുന്നോട്ടുള്ള ഗമനത്തിന് ചരിത്രാവബോധമുണ്ടായിരിക്കണം. പഴയകാലത്തെ തെറ്റുകൾ തിരുത്തുക എന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അതിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ്. അടിമയും ഉടമയും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്ന പഴയകാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ കമ്മ്യൂണിസത്തിന്റെയോ ശക്തിയായ വളർച്ച കടന്നു ചെല്ലാത്ത ഒരു സമയം ആലപ്പുഴ, കുട്ടനാട് പ്രദേശങ്ങളിൽ ആ പ്രദേശവാസിയായ തഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയാണ് രണ്ടിടങ്ങളിൽ. ആ നോവലിലെ മുഖ്യ കഥാപാത്രമാണ് കോരൻ. കർഷകത്തൊഴിലാളിയാണ്. മറ്റൊരു കഥാപാത്രമാണ് ജന്മിയായ ഔസേപ്പ്. കോരൻ എന്ന മുഖ്യ കഥാപാത്രത്തിന്റെ ഭാര്യയായി വരുന്നത് ചിരിതയാണ്. കുട്ടനാടിന്റെ കൃഷി പാരമ്പര്യം നല്ലവണ്ണം വിവരിക്കുന്ന ഒരു കൃതിയാണ് രണ്ടിടങ്ങഴി. മുഖ്യ കഥാപാത്രമായ കോരൻ തന്റെ ചിന്താമണ്ഡലം തന്റെ ജീവിത പരിസരത്ത് നിന്ന് വികസിപ്പിക്കുകയാണ്. ജന്മിത്വത്തിന്റെ കൊടിയ വാഴ്ച, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം, അന്തസാർന്ന അസ്തിത്വം ഇല്ലാതെ, വേലയ്ക്ക് തക്ക കൂലി കിട്ടാതെ, അഭിമാനമില്ലാതെ, ചാതുർവർണ്ണയത്തിന്റെ എല്ലാ നുകങ്ങളും പേറിക്കഴിയുന്ന ഒരു കാലം. നെല്ലിന് നല്ല വിലയുണ്ടായിരുന്ന കാലത്ത് കൂലി നെല്ലുമതി എന്ന് പറയുകയാണ് കോരൻ. കൂലി ചോദിക്കുന്നവനെ ധിക്കാരിയായി കണക്കാക്കുന്ന ഒരു കാലം. കൂലി ചോദിക്കുന്നവനെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്ത് കൊലപ്പെടുത്തുന്ന ഒരു കാലം. ചാതുർവർണ്ണയത്തിന്റെ അടിമത്വത്തിന്റെ ആ കാലം അതാണെങ്കിലും യൗവനയുക്തകളായ സ്ത്രീകളെ, യുവതികളെ പ്രാപിക്കുന്നതിന് ഈ ജന്മികൾക്ക് മടിയില്ലായിരുന്നു. രണ്ടിടങ്ങഴിയിൽ ഒരു സ്ഥലത്ത് ചിരിത പറയുന്നുണ്ട് തനിക്കൊന്ന് പിറണം. ചിരിതയുടെ കൂട്ടുകാരികൾ ചിരിതയെ ഉപദേശിക്കുകയാണ്, പ്രസവിച്ച സ്ത്രീകളെ ജന്മികൾ സമീപിക്കാറില്ല. തന്റെ ജീവിത പരിസരത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു പ്രസ്താവനയാണ്. തങ്ങൾക്ക് അർഹമായ കൂലി കിട്ടണം, ആ കൂലി നെല്ലായി മതി, നെല്ലിന് നല്ല വിലയുണ്ട്, രാത്രിയിൽ നല്ല വില കിട്ടാൻ വേണ്ടി കള്ളക്കടത്ത് നടത്തുന്ന, നെല്ല് പിടിച്ചെടുക്കുന്ന ധിക്കാരികൾ തന്റെ കർഷക തൊഴിലാളി സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചു. തങ്ങൾക്ക് ന്യായമായ അവകാശങ്ങളിൽ അവബോധം തീർത്തും രണ്ടിടങ്ങഴിയിലൂടെ കോരൻ എന്ന കഥാപാത്രത്തിലൂടെയും ചിരിത എന്ന കഥാപാത്രത്തിലൂടെയും ജന്മിത്വത്തിന്റെ സകല അന്യായങ്ങളും പ്രകടമാക്കുന്ന ഔസേപ്പ് എന്ന കഥാപാത്രത്തിലൂടെയും തകഴി നിർവഹിക്കുകയാണ്. നോവലിന്റെ അവസാനം ഒരു പരിഹാരമെന്ന നിലയിൽ ഒരു ദിശാബോധം നൽകാൻ മറ്റൊരു മുദ്രാവാക്യം കൂടി ഉയർത്തുകയാണ് കോരൻ എന്ന കഥാപാത്രത്തിന്റെ മകനിലൂടെ. കൃഷിഭൂമി കർഷകർക്ക്. സാഹിത്യത്തിന് അത്തരത്തിലൊരു ഉത്തരവാദിത്വമുണ്ട്. കാലത്തോട് നീതി പുലർത്തുന്ന, അന്യായങ്ങൾക്കെതിരെ പൊരുതുന്ന ഒന്നാവണം സാഹിത്യം. അത് ജീവിതഗന്ധിയാവണം.
അത് യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുകയും മനുഷ്യനെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉതകുന്ന ഒന്നാകണം എഴുത്തുകൾ. പക്ഷേ എല്ലാ സാഹിത്യ സൃഷ്ടികളും അങ്ങനെയല്ല. അധികാരത്തിനോടും സമ്പത്തിനോടും മമതപ്പെട്ട് കീഴടങ്ങി പട്ടുമളയും പ്രതീക്ഷിച്ച് ആരെയും പിണക്കാതെ സുഖലോലുപതയുടെ മെത്തയിൽ അഭിരമിക്കാൻ വെമ്പൽ കൊള്ളുന്ന ജാള്യത ഒട്ടുമില്ലാത്ത കുറെ സാഹിത്യകാരന്മാരുമുണ്ട്. അവിടെയെല്ലാം ഉന്നതമായ വ്യക്തിത്വം പുലർത്തി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാലഘട്ടത്തോട് നീതി പുലർത്തി ഒരു ജനതയെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കൈത്തിരി ആവുന്ന വെളിച്ചം കാട്ടുന്ന ഒരു ഉത്തമ നോവൽ കൂടിയാണ് രണ്ടിടങ്ങഴി എന്നുള്ളത്. അത് സാഹിത്യ സൃഷ്ടി നിർവഹിച്ച തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു.